ഹരേ കൃഷ്ണ. വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പ ഭക്തരുടെ അനുഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ആദ്യമേ പറയട്ടെ, ഫേസ്ബുക്കിൽ യാതൊരു കാരണവശാലും വീഡിയോ ഷെയർ ചെയ്തത്, അത് ഹാക്ക് ചെയ്ത് പോയതാണ്. നമുക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന ഗുരുവായൂരപ്പ വിഗ്രഹം നിങ്ങൾക്ക് വേണ്ട പ്രതിമ ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഇതിന് ചുവട്ടിൽ, യൂട്യൂബ് ലിങ്ക് ചുവട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ ഈ അനുഭവത്തിലേക്ക് കടക്കുകയാണ്. അനുഭവങ്ങൾ പറയുമ്പോൾ എന്തൊരു സുഖമാണ്. നിങ്ങൾ പലരും അയച്ചു തന്ന അനുഭവങ്ങൾ കയ്യിലുണ്ട്. ചിലതൊന്നും വായിക്കാനേ പറ്റിയിട്ടില്ല. ഞാൻ എന്ത് തന്നെയായാലും പറയും. ഒരു ദിവസം 2 വെച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ എത്ര എത്ര അനുഭവങ്ങൾ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളത്. ഇതിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഷീന എന്ന് പറയുന്ന ആൾ അയച്ചു വന്നാണ്. എന്തായാലും എല്ലാവരും കേൾക്കാൻ തയ്യാറല്ലേ? ഞാൻ വായിക്കാം. ഞാൻ ഷീന, തിരുവനന്തപുരത്താണ് സ്ഥലം. ഞാനൊരു ശിവഭക്തയാണ്. കണ്ണനോട് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ അച്ചമ്മ പ്രാർത്ഥിച്ചിരുന്നത് ഒരു ടീനേജ് പ്രായത്തിലുള്ള ഓടക്കുഴൽ വായിച്ച് പൈക്കിടാവിനെ ചാരി നിൽക്കുന്ന കണ്ണനെയായിരുന്നു. നല്ല സുന്ദരനായിരുന്നു കണ്ണൻ. അച്ചമ്മ എപ്പോഴും രാമരാമ ജപിച്ചുകൊണ്ട് നടക്കും. എന്നെയും ജപിക്കാൻ പഠിപ്പിക്കും. പക്ഷെ കുഞ്ഞിലേ തന്നെ ഞാൻ കൃഷ്ണനെയും രാമനെയും ഒന്നും വിളിച്ചിരുന്നില്ല. ഞാൻ ശിവനെയാണ് വിളിക്കാറ്. കാരണം അമ്മയ്ക്ക് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സർജറി വേണ്ടി വന്നു. അമ്മയെ അന്ന് ജീവനോടെ കിട്ടില്ല എന്നാ കരുതിയെ. കുറേ നാൾ ഞാനും അനിയത്തിയും അച്ചമ്മയുടെ കൂടെ താമസിച്ചു. അച്ഛൻ ജോലി സ്ഥലത്തായിരുന്നു. അന്നൊക്കെ വീട്ടിൽ വരുന്നവർ പറയും, കൃഷ്ണനെ വീട്ടിൽ വെച്ചാൽ കൃഷ്ണൻ പരീക്ഷിക്കും, നമ്മളെ വലയ്ക്കുമെന്നൊക്കെ. അന്ന് എനിക്ക് 6 വയസ്സ് കാണും. ആ പ്രായത്തിൽ എൻ്റെ വിശ്വാസം കണ്ണൻ കാരണമായ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായത് എന്നാണ്. കല്യാണത്തിന് ശേഷം ഞാൻ വന്നത് ശിവക്ഷേത്രവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ. അവിടെ എല്ലാവരും ശിവക്ഷേത്രത്തിലേ പോകാറുള്ളൂ. ഞാനും അതെ. എനിക്ക് അവിടെ ഒരു കൃഷ്ണഭക്ത ഫ്രണ്ടിനെ കിട്ടി. അവള് ഗുരുവായൂരപ്പനെ വെച്ച് വിളക്ക് കത്തിക്കുന്നത്, അവൾക്ക് നിറയെ അനുഭവങ്ങളും കിട്ടിയതായിട്ടുള്ള കഥകളൊക്കെ എന്നോട് പറയാറുണ്ട്. ഞാൻ അപ്പോൾ അവളെ കളിയാക്കും, നിനക്ക് ഭക്തിമൂത്ത് വട്ടായി എന്നൊക്കെ പറയും. അവൾ കണ്ണനെ സ്വപ്നം കാണുന്ന കാര്യമൊക്കെ എന്നോട് പങ്കുവെക്കും. പക്ഷെ എനിക്ക് അത് വിശ്വസനീയമായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഗുരുവായൂർ പോയി. പക്ഷെ ഞങ്ങൾക്ക് അകത്ത് കയറി കൃഷ്ണനെ കാണാൻ പറ്റിയില്ല. എനിക്ക് വിഷമം തോന്നിയില്ല, കാരണം ഞാൻ കൃഷ്ണഭക്ത അല്ലല്ലോ എന്ന ചിന്ത. അവൾക്ക് വലിയ വിഷമമായി. അത് കഴിഞ്ഞ് ഗുരുവായൂർ ഏകാദശി പിടിക്കാൻ അവൾ തീരുമാനിച്ചു. കൂട്ടിന് ഞാനും പിടിച്ചു. പൊതുവേ ഭക്ഷണമില്ലാത്ത വ്രതം പിടിക്കൽ അത്ര താല്പര്യമില്ലായിരുന്നിട്ടും അവൾ നിർബന്ധിച്ച് പിടിപ്പിച്ചു. ഞാൻ എൻ്റെ വിശപ്പ് ശമിപ്പിച്ച് വ്രതം പിടിച്ചു. എന്നിട്ട് ഞാൻ വെറുതെ പറഞ്ഞു, നീ നോക്കിക്കോ, ഇനി നമ്മളെ ഗുരുവായൂർ കണ്ണൻ കയറ്റാതിരിക്കില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞങ്ങൾ 3 പേര് നടന്നു പോകുന്നു. വഴിയിൽ ഒരു ഓട്ടോ കിടപ്പുണ്ട്. അതിനുള്ളിലേക്ക് എന്തോ തിരയുന്ന ഒരാള്. മുഖം കാണാൻ വയ്യ. ബോഡി ഫുള്ള് ഓട്ടോയ്ക്കകത്ത്. ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ ആരോ മനസ്സിൽ പറയുന്നു, തിരിഞ്ഞു നോക്കാൻ. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ശംഖും ചക്രവും ഒക്കെ പിടിച്ചു നിൽക്കുന്ന രൂപം പിറകില്. ആ രൂപം ഫോട്ടോയിൽ കണ്ടാൽ പോലും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നിട്ടും എനിക്ക് ആ രൂപം സ്വപ്നത്തിൽ നല്ലപോലെ തെളിഞ്ഞു കാണാമായിരുന്നു. നല്ലപോലെ ചിരിച്ചു നിൽക്കുന്നു. എനിക്കാണെങ്കിൽ നല്ല സന്തോഷം തോന്നി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ പോകാൻ എൻ്റെ കൃഷ്ണഭക്ത ഫ്രണ്ട് വിളിക്കുന്നു. അവിടെ ചെന്ന് ക്യൂവിൽ 4 മണിക്കൂർ നിന്ന ശേഷം ശ്രീകോവിലുണ്ടിലേക്ക് കടക്കാൻ നോക്കുമ്പോൾ സിനിമ സീരിയൽ നടി ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേര് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ അത് പറയണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. റൈറ്റ് സൈഡ് ക്യൂവിൽ നിൽക്കുന്നു. അവർക്ക് കയറാൻ പറ്റുന്നില്ല. നല്ല തള്ളു കാരണം അവർ ആരെങ്കിലും സ്ഥലം കൊടുക്കുമെന്ന് കരുതി ഒതുങ്ങി നിൽക്കുവാണ്. ആരും സ്ഥലം കൊടുക്കുന്നില്ല. അവർക്ക് തള്ളിക്കയറാനും നാണക്കേട് പോലെ ആലോചിച്ചുകൊണ്ട് നിൽപ്പാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒന്ന് സ്ലോ ചെയ്തിട്ട് അവരെ നോക്കി. അപ്പോൾ അവർ ക്യൂവിൽ കയറി. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ ആദ്യം വന്നിട്ടും കാര്യമില്ല, ഞാൻ നല്ല ഭക്തിയൊന്നുമല്ല. അവരൊക്കെ അവിടുത്തെ ഭക്തരല്ലേ, അവര് മുന്നേ വന്ന് കണ്ടോട്ടെ. എന്നെ അവർ കാണാനാണോ അത്യാവശ്യം എന്ന് മനസ്സിൽ വിചാരിച്ചു. അവർക്ക് അകത്ത് ആരോ സഹായത്തിനുണ്ടായിരുന്നു. അവർ ശ്രീകോവിലിന് അടുത്തെത്താറായപ്പോൾ പെട്ടെന്ന് തൊഴുതുറങ്ങൂ എന്നുള്ള വിളിച്ചു പറയൽ ജീവനക്കാർ നിർത്തി. കണ്ണന് മുന്നിലെത്തിയപ്പോൾ അത്ഭുതമെന്ന് തോന്നും വിധം അവർ വിഗ്രഹം കഴുകുകയും ഞാൻ കണ്ണന് നേർക്കുനേർ ഫ്രണ്ടിൽ വരികയും ചെയ്തു. ആ രൂപം അതാണെന്നോ, ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. എനിക്ക് സങ്കടവും സന്തോഷവും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ കൃഷ്ണഭക്ത ഫ്രണ്ടിനെ പോലെ എൻ്റെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഭക്തി മൂർത്ത് വട്ടായി എന്ന് എല്ലാവരും പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമാ നടിക്ക് ഒരു ഇത്തിരി സ്പേസ് കൊടുത്തു. അപ്പോൾ എന്താണ് ഭഗവാൻ കൊടുത്തത്? സ്വാഭാവികമായിട്ടും നമ്മുടെ VIPസിനൊക്കെ വേണ്ടിയിട്ട് ഒരു നിമിഷം ഈ വിളിച്ചു പറയലൊക്കെ നിർത്തൂലേ. അപ്പൊ ആ കൂട്ടത്തില് ഈ സഹോദരി അങ്ങോട്ട് പെട്ടു. ഭഗവാനെ നേരിട്ട് കാണുകയാണ്. ഭഗവാൻ അങ്ങനെ
അങ്ങനെയാണ് നിങ്ങൾ ഭഗവാനെ ഭക്തി ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഭഗവാൻ അങ്ങോട്ട് ആയിക്കോളും. ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം തന്നെ ഉണ്ടോ? സത്യം പറഞ്ഞാൽ പിന്നെ ആ സിനിമാ നടിയുടെ പേര് പറയണമെന്നുണ്ട്, പക്ഷേ പറയുന്നില്ല. അപ്പം പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം വീണ്ടും പറയാണ്, എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു ഇത് കേട്ടപ്പോൾ. നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ? പിന്നെ ഫേസ്ബുക്കിൽ ചാനലില്ല, നമ്മുടെ കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് ചുവടെ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരാണ്. ഹരേ കൃഷ്ണ.